പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 39ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപാട്, അതുപോലെ കൂട്ടായ്മ, അപ്പം നുറുക്ക് എന്നിത്യാദി വിഷയങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചപ്പോൾ ആര് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ദൈവമക്കളായി തീർന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന മാത്രമേ ഫലകരമായി തീരുന്നു. കാരണം പാപത്തിൽ ജീവിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അടുത്ത ദൈവഹിത പ്രകാരം യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അടുത്ത 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യവും 51-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യവും വായിച്ചപ്പോൾ നമ്മൾ ഹൃദയ നുറുക്കത്തോടുകൂടെ അല്ലെങ്കിൽ തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ അടുത്ത തലം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് പറഞ്ഞത് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ചില ആൾക്കാർക്കെങ്കിലും പ്രാർത്ഥനയിൽ മടുപ്പ് വരാറുണ്ട്. കാരണം ഒരു വിഷയത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മറുപടി ലഭിക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞത് നിങ്ങളങ്ങനെ മടുത്തു പോകുന്നവർ ആകരുത്, മടുത്തു പോകാതെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണം. അതിനെക്കുറിച്ച് കർത്താവ് ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൊന്ന് വായിക്കാം നമുക്ക്. 18-ാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതലുള്ള ചില വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനൊരു ഉപമ പറഞ്ഞു. അപ്പം യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അപ്പം യേശു ഒരു കഥയിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒരു ന്യായാധിപനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ആ ന്യായാധിപന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവന് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനാണ്. ഈ 2 സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ പരമദുഷ്ടനായിരിക്കും. ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ചിലരൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്നത് ഒന്ന് ദൈവത്തെ ഭയമുള്ളത് കൊണ്ട്, ഇന്ന് ദൈവഭയമില്ലാത്ത നിരീശ്വരവാദികൾ വളരെ സന്മാർഗ ജീവിതം പുലർത്തുന്നു. അതിന് കാരണം അവർക്ക് ദൈവഭയമുള്ളത് കൊണ്ടല്ല, മനുഷ്യനെ ശങ്കയുണ്ട്, മനുഷ്യനെ പേടിയാണ്. അസന്മാർഗപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും, തങ്ങളുടെ ഇമേജ് തകരുമെന്നുള്ള പേടി. അപ്രകാരം ഇമേജ് തകർന്നു കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിലൊന്നും എത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇത് രണ്ടുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവൻ ഏറ്റവും പരമദുഷ്ടനായി അവൻ ജീവിക്കും. അപ്പം അങ്ങനത്തെ ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. വിധവ ചോദിക്കാനും പറയാനും ആരുമില്ല, ആശ്രയസ്ഥാനമായിട്ടില്ല. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ യഹൂദ സമൂഹത്തിൽ വിധവമാരൊന്നും പൊതുസമൂഹത്തിലേക്ക് വരുവാനായിട്ട് പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ വിധവമാരെ ഒക്കെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ആചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ചില സമൂഹങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്.
ഞാൻ പാലക്കാട് കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോകുവാനിടയായി. അപ്പോൾ അവിടെ പ്രത്യേക അഗ്രഹാരങ്ങളുണ്ട്. അതായത് തമിഴ് ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്തെ അഗ്രഹാരം എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത്, അവിടെ ആരെങ്കിലും വിധവമാരായി കഴിഞ്ഞാൽ ആ വിധവമാരെ തലയൊക്കെ മുട്ടയടിച്ച് അഗ്രഹാരത്തിനകത്തളങ്ങളിൽ തളച്ചിട്ട് ആ സ്ത്രീക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങുവാനോ ഒന്നും പാടില്ല. ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തല മുട്ടയടിച്ച് തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് അങ്ങനെ പിന്നത്തേതിൽ ഒരു ശുഭകാര്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കല്യാണം പോലെയുള്ള ഫംഗ്ഷന് വെളിയിൽ വരാൻ പാടില്ല. ഈ തമിഴ് ബ്രാഹ്മണരുടെ വീടിന് പറയുന്ന പേരാണ് അഗ്രഹാരം. അഗ്രഹാരത്തിൽ പ്രത്യേക അകത്തെ മുറിയിൽ ഇങ്ങനെ മറ്റാരുമായിട്ട് സംസർഗമില്ലാതെ അവിടെ അങ്ങനെ ജീവിച്ചു. അപ്പോൾ നോക്കുക, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിധവമാരായി തീർന്നാൽ അവരുടെ ജീവിതം ഏറ്റവും ദുരിതപൂർണമായിരിക്കും. ഇതുപോലെയുള്ള ഒരു ദുരിതപൂർണമായ ജീവിതമായിരുന്നു യഹൂദ സമൂഹത്തിനും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിധവമാരെല്ലാം പെട്ടെന്ന് തന്നെ ദരിദ്രരായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. നോക്കുക, പരമദുഷ്ടനായ ആരെയും ഭയമില്ലാത്ത ഒരു ന്യായാധിപൻ്റെ അടുക്കൽ സാധുവായ ഒരു വിധവ ചെന്നിട്ട് തന്നെ അസഹ്യപ്പെടുത്തുന്ന, തനിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പ്രതിയോഗിയോട് അവനോടൊന്ന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇവളോടൊന്ന് നീതി കാണിക്കുന്നതിന് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായി. അപ്പോൾ ഈ മനുഷ്യനെ ഭയവും മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവുമില്ലാത്ത ആ ന്യായാധിപൻ്റെ അടുക്കൽ ഇവിടെ വന്നിട്ട് അവളുടെ കാര്യം അപേക്ഷിച്ചിട്ട് യാതൊരു വിധമായ മറുപടിയും ഈ ന്യായാധിപൻ കൊടുത്തു. എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അപ്പോൾ കുറേ നാളത്തേക്ക് ഈ ന്യായാധിപന് മനസ്സില്ലാതെ ഒടുവിൽ ന്യായാധിപനൊരു മാനസാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞ്, ദീർഘനാളുകളായി ഇവൾ വന്നിട്ട് എന്നോട് അപേക്ഷിക്കുന്നുവല്ലോ, ഇനി ഞാനൊന്ന് ചെയ്തു കൊടുക്കാം. ഇനി അഥവാ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവളുടെ ക്ഷമ നശിച്ചിട്ട് ഞാൻ പണ്ട് ആരണ്ടോ പറഞ്ഞ പോലെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സമനില തെറ്റി അവൻ്റെ ജീവിതത്തിലെല്ലാം തകർന്ന് ഇനി എനിക്ക് മുമ്പോട്ട് തന്നെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു മനുഷ്യനൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ പിന്നെ എന്ത് വേണോ ചെയ്യും. അതിന് പിന്നെ അവൻ മുമ്പോട്ടുള്ള അതിൻ്റെ വരുപരായികളെ കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. അപ്പോൾ ഇവൾ വിധവയാണെങ്കിലും ഇവളുടെ അപേക്ഷകൾക്കോ മറുപടി ലഭിക്കാതെ അവൾ ക്ഷമയോടുകൂടെ കാത്തിരുന്നു. എന്നാൽ ഒടുവിൽ ക്ഷമ നശിച്ചാൽ ഒടുവിൽ ന്യായാധിപനായ തൻ്റെ മുഖത്ത് അവൾ അടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അങ്ങനെ 4 പേര് കാണുക ഈ ന്യായാധിപൻ്റെ മുഖത്തടിച്ചാൽ ഒരു വിധവയുടെ കയ്യിൽ നിന്നൊരു മുഖത്തടി കിട്ടുന്നത് ഈ ന്യായാധിപന് അതൊരു മാനക്കേടായി മാറും. എന്നിട്ട് പിന്നെ ഒടുവിൽ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. അങ്ങനെയുള്ള അനീതിയുള്ള ആ ന്യായാധിപൻ ഒടുവിൽ ഇങ്ങനെ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അപ്പോൾ ഈ അനീതിയുള്ള ന്യായാധിപൻ പോലും മടുത്തു പോകാതെയുള്ള വിധവയുടെ അപേക്ഷ മാനിച്ചു. വിധവ ഓരോ ദിവസവും ചെന്ന് പറയും, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം. അപ്പോൾ മനസ്സില്ല. പിറ്റേ ആഴ്ചയും ചെന്ന് പറയും, അയ്യോ എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി അങ്ങ് രക്ഷിക്കണം. അപ്പോഴും മറുപടിയില്ല. പിന്നെയും ചെന്നു. അങ്ങനെ ഒത്തിരി നാൾ ചെന്നപ്പോൾ ഈ അനീതിയുള്ള ന്യായാധിപൻ മനസ്സ് മാറി അങ്ങനെ അവളുടെ അപേക്ഷ പ്രകാരം ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന കാര്യത്തിൽ. എന്നാൽ ദൈവം ഇത്തരത്തിൽ അനീതിയുള്ള ന്യായാധിപനല്ല, ദൈവം നീതിയുള്ളവനാണ്. എന്നിട്ട് പറയും, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന, രാവും പകലും അപേക്ഷിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ തനിക്ക് വേണ്ടി വ്രതമെടുത്തിരിക്കുന്ന
തനിക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അപ്പൊ അനീതിയുള്ള ന്യായാധിപൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നുവെങ്കിൽ നീതിയുള്ള ന്യായാധിപനായിരിക്കുന്ന ദൈവം എത്ര അധികമായിട്ട് നടത്തും. 8-ാമത്തെ വാക്യത്തിൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തീർച്ചയായും വേഗത്തിൽ. അനീതിയുള്ള ന്യായാധിപൻ കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് വേഗത്തിൽ മറുപടി നൽകുമെന്ന് കർത്താവ് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പലപ്പോഴും നമ്മുടെ ഇതാകുന്ന ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഒത്തിരി ആവശ്യഭാരങ്ങളുടെ നടുവിലായിരിക്കാം ഞാനിത് കിടക്കുന്നത്. കർത്താവ് പറയുന്നത്, നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക. പലവിധമായ ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ നിങ്ങൾ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദീർഘനാളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി ലഭിക്കാതെ വരുമ്പോൾ ഞാൻ നിങ്ങളും മടുത്ത് പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേരാം. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മടുപ്പ് വരുമ്പോൾ നമ്മൾ ആ മടുപ്പ് വരാതെ വണ്ണം നമ്മളെ തന്നെ ശക്തീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം എന്നാണ്. അങ്ങനെയുള്ള മടുത്തു പോകുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിങ്കിലേക്ക് വന്നുകൊണ്ട് ഹല്ലേലൂയ മടുത്തു പോകാതെ ആ വിധവ അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ തൻ്റെ അപേക്ഷയുമായി നിരന്തരം ചെന്നതുപോലെ നമ്മൾ നിരന്തരമായി നമ്മുടെ അപേക്ഷയുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും? മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് മറുപടി അയക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. അടുത്ത് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. പഴയ നിയമകാലത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ പോകാൻ കഴിയൂ.
വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർപിരിവിക്കുന്ന ഒരു തിരശ്ശീലയുണ്ടായത്. എന്നാൽ യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തോടെ ആ തിരശ്ശീല രണ്ടായി ചീന്തിപ്പോവുകയും ഇന്ന് അതിപരിശുദ്ധ സ്ഥലമെന്നോ വിശുദ്ധ സ്ഥലമെന്നോ പ്രാകാരമെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഏത് നേരത്തും ധൈര്യത്തോടുകൂടെ കൃപാസനത്തെങ്കിലേക്ക് അടുത്തില്ല. അതാണ് പറയുന്നത്, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ദേഹമെന്ന തിരശ്ശീല ചീന്തപ്പെട്ടു. നമുക്കറിയാം, ഗവദ എന്ന കൽത്തളം മുതൽ കാൽവറിയുടെ കുലക്കളം വരെ കർത്താവിൻ്റെ ശരീരമെല്ലാം കീറപ്പെടുവാനിട്ട് ഇടയായിത്തീരും. അവന് മുതുകൾ ഉഴവുചാല് പോലെ കീറപ്പെട്ടു. അങ്ങനെ കീറപ്പെട്ടതെന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അപ്പോൾ ഈ വഴി ജീവനുള്ള ഒരു പുതിയ വഴിയാണ്. നമുക്ക് ജീവൻ, നമ്മുടെ അല്ലാത്ത വഴികളെല്ലാം ജീവനില്ലാത്ത വഴികളാണ്. എത്ര വലിയ ഹൈവേ ആണെങ്കിലും അതിന് ജീവനില്ല. എന്നാൽ യേശു ജീവനുള്ള ഒരു പുതുവഴിയാണ്. ആ ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മഹാപുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ ആട്ടുകൊറ്റന്മാരുടെ രക്തത്താൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്നുവെങ്കിൽ, ഇവിടെ യേശുക്രിസ്തു പറയാൻ തൻ്റെ രക്തത്താൽ നമുക്ക് വേണ്ടി പാപമോചനം നടത്തുവാൻ യേശു ചൊരിഞ്ഞ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ധൈര്യം. ഇന്ന് ഓരോ ദൈവവേദന വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകാനുള്ള ഒരു ധൈര്യമുണ്ട്. അത് നമ്മുടെ നീതിപ്രവർത്തികളല്ല, മറിച്ച് യേശു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, ദൈവത്തിൻ്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധ ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് പാപമോചനം വരുത്തിയിരിക്കുന്നു. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതനും. അപ്പൊ യാഗമായി തീർന്നതും അതുപോലെ തന്നെ അവിടുത്തെ മഹാപുരോഹിതനുമെല്ലാം നമ്മുടെ കർത്താവാണ്. ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, നമുക്ക് മഹാപുരോഹിതനുണ്ട്, യാഗമാക്കി തീർത്ത യാഗരക്തമുണ്ട്, ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയത്തെ തളിക്കപ്പെട്ടവരും. അപ്പം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടവരായി മാറണം. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അടുത്തിരിക്കുന്നു. അപ്പോൾ പാപമോചനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് ധൈര്യത്തോടുകൂടെ ചെല്ലാം. എന്തുകൊണ്ട് ധൈര്യം ലഭിക്കുന്നു? അവിടെ യാഗ രക്തം ഉണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാണ്. മറ്റൊന്ന്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എന്നേക്കും ഇരിക്കുന്ന ഒരു മഹാപുരോഹിതൻ. അതുകൊണ്ട് നമ്മൾ ശുദ്ധവെള്ളത്താൽ അതേ ശരീരം കഴുകപ്പെട്ടവരായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അടുത്തിരിക്കും. നമ്മൾ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. സ്തോത്രം. ഹല്ലേലൂയ. 66-ാമത്തെ സങ്കീർത്തനം 18-ാം വാക്യം കൂടെ വായിക്കുന്നു. 66-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ അകൃത്യം കരുതിയിരുന്നാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട്, ഹൃദയത്തിൽ നിന്ന് പാപചിന്തകളെല്ലാം അകറ്റിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കാം. ദൈവമായ കർത്താവ് രാത്രിക്കാലം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.
പ്രത്യേക മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നും പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കണമെന്നുമുള്ള 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനിടയായി ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന തിരുനീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിൻ്റെ വചനം പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയിരുന്നു. ലൈവ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് തന്നെ അനുഗ്രഹിച്ചാട്ടെ. ആവശ്യങ്ങളുടെ മൊത്തെല്ലാം കൂടെ ഇരിക്കണമേ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവത്തിൽ നിന്ന് വിടുതലുകൾ പ്രാപിക്കുക, നന്മകൾ പ്രാപിക്കാൻ ഓരോരുത്തരെ സഹായിക്കണം. എല്ലാ നന്മകളും നിങ്ങൾ മാനിച്ച് അനുഗ്രഹിക്കുന്നതേക്ക് സ്തുതി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.